ഹായ് വെൽക്കം ടു ഡേ 12 ഓഫ് 100 ഡേ സീരീസ്. ഇന്ന് 12ാമത്തെ വീഡിയോ ആയതുകൊണ്ട് കുറച്ച് പ്രകൃതി രമണീയമായ സ്ഥലങ്ങൾ കാണിച്ചു തരാം കേട്ടോ. എപ്പോഴും ഞാൻ നിങ്ങൾക്ക് ട്രാഫിക്കും റോഡും അങ്ങനെയുള്ള കാര്യങ്ങളാണല്ലോ കാണിച്ചു തരാറുള്ളത്. അതും വണ്ടിയുടെ ഉള്ളിലിരുന്ന് ഷൂട്ട് ചെയ്തത്. ഈ വീഡിയോസിനായി ഞാൻ കുറച്ച് എഫേർട്ട് എടുത്തിട്ടുണ്ട്. എല്ലാം ഞാൻ മനുവേട്ടനെ കൊണ്ട് വണ്ടി നിർത്തിച്ച് പല ആംഗിളുകളിൽ എടുത്ത ഷോട്ടുകളാണ് കേട്ടോ ഇന്നിട്ടിരിക്കുന്നത്. എൻ്റെ ഷോട്ടുകൾ കാണാൻ ഭംഗിയില്ലെങ്കിലും അവിടുത്തെ സ്ഥലം സൂപ്പറാണേ. മാക്സിമം തേയിലത്തോട്ടങ്ങളും വെള്ളച്ചാട്ടങ്ങളുമാണ് ഞാൻ കൂടുതലും എടുത്തിരിക്കുന്നത്. അതിനൊരു കാരണം കൂടി ഉണ്ട്. ഇന്നത്തെ ഫുൾ ഇടുക്കി ജില്ലയിലെ വീഡിയോസ് ആണുള്ളത്. എനിക്ക് ഇതുവരെ സഞ്ചരിച്ചതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ജില്ല ഇടുക്കി ജില്ലയാണ്. അപ്പോൾ കുറച്ച് ആൾക്കാർ വയനാടും നല്ലതാന്ന് പറയും. ഞങ്ങൾക്ക് വയനാടും പ്രൊജക്റ്റ് ഉണ്ട്, വയനാടും ഞങ്ങൾക്ക് ഇഷ്ടമാണ്. പക്ഷെ സ്വല്പം കൂടിയും കൂടുതൽ ഇഷ്ടം ഇടുക്കി ജില്ലയാണെന്നാണ് പറഞ്ഞത്. ഒരുപാട് ഡാമുകളും അതുപോലെ തേയിലത്തോട്ടം, വെള്ളച്ചാട്ടങ്ങള്, മലകള്, എവിടെ നോക്കിയാലും നമുക്ക് സൗന്ദര്യം തോന്നുന്ന ഒരു സ്ഥലമാണ് ഇടുക്കി. അതുപോലെ ഏറ്റവും കൂടുതൽ ഏലം കൃഷി ചെയ്യുന്നതും ഇടുക്കിയിലാണെന്നാണ് എൻ്റെ ഒരു അറിവ്. കണ്ടില്ലേ, ഇതൊക്കെയാണ് ഈ ജില്ലയുടെ ഒരു പ്രത്യേകത. നമ്മൾ വിചാരിക്കുന്നതിന് മുന്നേ വെതർ മാറി മാറിക്കൊണ്ടിരിക്കും. ഇത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഫുള്ള് ഫോഗായി പോയിന്ന്. പക്ഷെ ഒരു 2 കിലോമീറ്റർ പാസ് ചെയ്യുമ്പോഴത്തേക്കും പിന്നെ നോർമൽ ക്ലിയർ വ്യൂ ആയിട്ട് വരും ചെയ്യും. അതിൻ്റെ കാരണം മലമുകളിൽ നിന്ന് ഇറങ്ങി വരുന്ന ഫോഗാണ് കേട്ടോ. അത് റോഡിൻ്റെ ഏറ്റക്കുറച്ചിലനുസരിച്ച് വന്നും പോയും കൊണ്ടേയിരിക്കും. ഇപ്പോൾ ഞങ്ങൾ ഈ പോകുന്ന റോഡുണ്ടല്ലോ, മൂന്നാറിന്ന് കുമളി പോകുന്ന നാഷണൽ ഹൈവേ ആണ്. അങ്ങനെ പറഞ്ഞാൽ എല്ലാവർക്കും അറിയണമെന്നില്ല. നമ്മുടെ അരിക്കൊമ്പനെ കൊണ്ടുപോയ വഴി. ഞങ്ങൾ മുൻപ് മൂന്നാറിൽ വരുന്ന സമയത്ത് എവിടെയാണ് ഈ തേയിലത്തോട്ടിൻ്റെ നടുക്കുള്ള നാഷണൽ ഹൈവേ എന്ന് ഞങ്ങൾ ചിന്തിച്ചിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അരിക്കൊമ്പനെ കൊണ്ടുപോകുന്ന സമയത്ത് ഒരുപാട് വീഡിയോസ് ഈ റോഡിൻ്റെ കണ്ടിട്ടുണ്ട്. അതുപോലെ ഡബിൾ ഡക്കർ ബസ്സിൻ്റെ വീഡിയോസ് കാണുമ്പോൾ ഇത്രയും നല്ല വഴി കാണാറുണ്ട്, മൂന്നാർ ടു പൂപ്പാറ പോകുന്നത്. ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്തും ആ ഡബിൾ ഡക്കർ ബസ് പോയിരുന്നു. പക്ഷെ കോട കാരണം എനിക്ക് എടുക്കാൻ പറ്റിയില്ല, കാണുന്നുണ്ടായിരുന്നില്ല. ഞങ്ങൾ സ്ഥിരം വരുന്ന അടിമാലി വഴി വരുന്ന സമയത്ത് നമുക്ക് ഇത്ര എൻജോയ് ചെയ്ത് വരാൻ പറ്റില്ല, കാരണം എപ്പോഴും കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും അവിടെ. അതുപോലെ ഞങ്ങൾ മൂന്നാറിൽ നിന്നും കട്ടപ്പന പോകുമ്പോൾ കല്ലാർകുട്ടി ഡാം വഴിയാണ് പോവാറ്. അതുപോലെ ആ വഴി പോകുന്ന സമയത്ത് ഇടുക്കി ആർച്ച് ഡാമും നമുക്ക് കാണാം. അതുകൊണ്ട് ഇനി ആരെങ്കിലും ഒരു യാത്ര പോകുന്ന സമയത്ത് ഈ വഴി ചൂസ് ചെയ്യാൻ നോക്കൂ കേട്ടോ. ഭാര്യയും ഭർത്താവും ഒക്കെ ആകുമ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ എന്തായാലും ഉണ്ടാവും. അത് വലിയൊരു പ്രശ്നത്തിലോട്ട് നമുക്ക് പോവുകയാണെന്ന് തോന്നുമ്പോൾ അത് ഇതുപോലുള്ള ഒരു റോഡ് ട്രിപ്പിന് പോയി കഴിഞ്ഞാൽ വളരെ നിസ്സാരമായി പരിഹരിക്കാം. അതിന് മുൻകൈ എടുക്കേണ്ടത് ഭർത്താക്കന്മാരാണേ. കാരണം ട്രിപ്പ് പോവാൻ എന്നെപ്പോലത്തെ ഭാര്യമാർ എന്നും റെഡി ആയിരിക്കും. പക്ഷെ എൻ്റെ കാര്യം അങ്ങനെയല്ല. ഞാൻ റെഡി അല്ലെങ്കിലും എനിക്ക് സ്ഥിരം ട്രിപ്പ് പോവേണ്ട ഒരവസ്ഥയാണ്. ഞാനിങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ രണ്ടുപേരും വരുന്ന സമയത്ത്, ഈ വഴിക്ക് വരുന്ന സമയത്ത് കേട്ടോ, ചെറിയ ചെറിയ പിണക്കങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഈ വഴിക്കൊക്കെ എത്തുന്നതിന് മുന്നേ അത് കോംപ്രമൈസ് ആയിട്ടുണ്ടാവും. അത് ഞങ്ങൾ പോലും അറിയാറില്ല കേട്ടോ. അങ്ങനെ എനിക്ക് കിട്ടിയൊരു ടിപ്പാണ് കേട്ടോ ഇപ്പോൾ പറഞ്ഞു തന്നത്. ഒരു കണക്കിന് നോക്കുകയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കലഹങ്ങൾ ഉണ്ടാവുന്നത് നല്ലതാണ്. പിണക്കങ്ങൾ ഉണ്ടാവുമ്പോഴേ ഇണക്കങ്ങളും ഉണ്ടാവും. അങ്ങനെ ഇണക്കങ്ങളും പിണക്കങ്ങളും ഉണ്ടാവുമ്പോഴല്ലേ സ്നേഹം ഉണ്ടാവുള്ളൂ. തീരെ പിണക്കമില്ലാത്ത ഭാര്യ ഭർത്താക്കന്മാരെ അഭിനയിക്കുകയായിരിക്കും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എനിക്ക് അങ്ങനെ തോന്നിയതിൻ്റെ കാരണം രണ്ടും 2 വ്യക്തികളാണ്, 2 അഭിപ്രായങ്ങളാണ്, 2 ഇഷ്ടങ്ങളാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും അഭിപ്രായ വ്യത്യാസങ്ങളും വരാം. അങ്ങനെയാണല്ലോ പിണക്കങ്ങളും ഉണ്ടാവുന്നത്. ആ വ്യത്യസ്ത ഇഷ്ടങ്ങൾ രണ്ടുപേരും ഒരുപോലെ ഇഷ്ടപ്പെടുമ്പോഴാണല്ലോ അത് ഇണക്കമായി വരുന്നത്. ഇത് തീർത്തും എൻ്റെ അഭിപ്രായങ്ങളാണ്. മ്യൂച്വലി ഫുൾ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് പോകുന്ന ആൾക്കാരും ഉണ്ടാവും കേട്ടോ. നമ്മൾ എന്ത് അഭിപ്രായം പറയുമ്പോഴും ഒരു 90% വെച്ചിട്ട് നോക്കിയാൽ മതി കേട്ടോ, കാരണം അതിൽ ന്യൂനതകളും ഉണ്ടാവും. ഇനി ഞാൻ നിങ്ങൾക്കൊരു കാഴ്ച കാണിച്ചു തരാം, ശ്രദ്ധിച്ചു നോക്കണേ. ഇത് മാങ്കുളത്ത് നിന്ന് മൂന്നാറിലോട്ട് പോകുന്ന വഴിയാണ്. ലക്ഷ്മി ടീ എസ്റ്റേറ്റിന്റെ നടുവിലൂടെയാണ് ഈ റോഡ് പോകുന്നത്. ഞാൻ ഈ സൂം ചെയ്ത് കാണിക്കുന്നത് ഞങ്ങൾക്കായി നിർമ്മിച്ച ഒരു റിസോർട്ടാണ്. അവിടെ നിന്ന് സൂം ചെയ്ത പോലെ തന്നെ ഇതിന്റെ ഉള്ളിൽ നിന്ന് നോക്കിയാലും ആ തേയിലത്തോട്ടാണ് കേട്ടോ വ്യൂ. ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യുന്നവരൊക്കെ ഈ റിസോർട്ടിന്റെ വീഡിയോ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. ഒരു പാറപ്പുറത്താണ് കേട്ടോ ഈ റിസോർട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. പാറപ്പുറത്തൊക്കെ ഒരുപാട് റിസോർട്ടുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഫുള്ളി കോൺക്രീറ്റിൽ ചെയ്ത ഒരു പാറപ്പുറത്തുള്ള റിസോർട്ട് നിങ്ങൾ ആദ്യമായിട്ടാവും കാണുന്നത്. ഞങ്ങൾ മൂന്നാർ മാങ്കുളത്തിലൊരു പ്രൊജക്റ്റ് ചെയ്യാൻ പോയ സമയത്ത് മുസ്തഫാക്കട സൈറ്റിൽ ഉള്ള ഒരു പാറപ്പുറമാണ് കേട്ടോ ഇത്. ഒരുപാട് നാളത്തെ മനോഹരൻ്റെ ഒരു ആഗ്രഹമായിരുന്നു പാറപ്പുറത്ത് എന്തെങ്കിലും ചെയ്യണമെന്ന്. ഇത് കണ്ട സമയത്ത് മനോഹരൻ മുസ്തഫാക്കാനോട് ചോദിച്ചു ഞങ്ങളവിടെ റിസോർട്ട് പണിയട്ടെ എന്ന്. അങ്ങനെ ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങൾക്കും അതുപോലെ മുസ്തഫാക്കും താമസിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളത് ചെയ്തിരിക്കുന്നത്.
ഒരുപാട് ഡിലേ ആയിട്ടാണ് കേട്ടോ ഇപ്പോൾ ഈ പ്രൊജക്റ്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഇപ്പോൾ നിങ്ങൾ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നില്ലേ, നടക്കാൻ പോലും ഈ വഴിയിൽ പറ്റില്ല, അത്രയും വഴുക്കലായിട്ടാണ് നിലം കിടക്കുന്നത്. ഇന്ന് ഞങ്ങൾ പോയതിൻ്റെ തന്നെ പ്രധാന ഉദ്ദേശം ഇവിടെ കോറി വേസ്റ്റ് എന്തെങ്കിലും മടിച്ച് നമ്മുടെ വർക്ക് എങ്ങനെയെങ്കിലും സ്പീഡാക്കാൻ പറ്റുമോ എന്ന് നോക്കാനായിരുന്നു. മുസ്തഫാക്കോട് പ്രത്യേകം ഒരു ആത്മബന്ധം തോന്നിയിട്ടുണ്ട്. അതിൻ്റെ കാരണം ഞങ്ങളുടെ ഇതുവരെയുള്ള ക്ലയൻറ്റിൽ ഏറ്റവും പ്രായം കൂടിയ ക്ലയൻ്റാണ്. എൻ്റെ അച്ഛനേക്കാളും പ്രായം കൂടിയ ഒരു ക്ലയൻ്റാണ് കേട്ടോ. അതൊന്നും ആളെ നേരിട്ട് കണ്ടാൽ നിങ്ങൾ പറയില്ല, ആളൊരു മമ്മൂട്ടിയാണ് കേട്ടോ, ചർമ്മം കണ്ട പ്രായം തോന്നില്ല. ഇപ്പം ആളും ആളുടെ മോനും പുറത്താണ്. അവർ വരുന്ന സമയത്ത് ഞങ്ങൾ വീഡിയോയിൽ ഉൾപ്പെടുത്താം കേട്ടോ. അപ്പോൾ അവരുടെ ഫുൾ ഫാമിലിയും വരും. മുൻപും ഞങ്ങൾ അവരുടെ ഫുൾ ഫാമിലി അതുപോലെ ഞങ്ങളുടെ പിള്ളേരും ഒക്കെ ആയിട്ട് ഇവിടെ വന്ന് സ്റ്റേ ചെയ്യാറുണ്ടായിരുന്നു. അങ്ങനെ സ്റ്റേ ചെയ്യുന്ന സമയത്താണ് കേട്ടോ ഇതിൻ്റെ ഡിസ്കഷനും കാര്യങ്ങളെല്ലാം നടക്കാറുള്ളത്. അതുകൊണ്ട് ഇത്താനെയും അതേപോലെ മോൻ്റെ വൈഫിനെയും ഒക്കെ നമുക്ക് പരിചയമാണ്. നമുക്ക് ഓരോ ക്ലയൻറ്റിനെ ഡീൽ ചെയ്യുന്ന സമയത്തും നമുക്കൊരു ഈസിനെസ് ഉണ്ട്. അതിൽ നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് ഡീൽ ചെയ്യാൻ പറ്റിയൊരു ക്ലയൻ്റാണ് കേട്ടോ മുസ്തഫാക്ക. അത് അദ്ദേഹത്തിൻ്റെ പ്രായത്തിൻ്റെ ഒരു അറിവ് തന്നെയാണ്. നമ്മൾ എന്തൊരു കാര്യം പറഞ്ഞാലും അത് മാക്സിമം ആൾ പെട്ടെന്ന് തന്നെ പ്രാക്ടിക്കലാക്കാൻ ശ്രമിക്കും. ഈ വീടും ഇങ്ങനെ കിടക്കുന്നതിൻ്റെ പ്രധാന കാരണം ഈ വഴിയുടെ ഇഷ്യൂ തന്നെയാണ് കേട്ടോ. ശരിക്കും ഞങ്ങൾ ഇടുക്കിയിലെ പ്രൊജക്റ്റിനൊക്കെ പോകുമ്പോൾ ഞങ്ങൾക്ക് താമസിക്കാൻ കൂടിയായിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. റോഡെല്ലാം ശരിയാക്കിയ ശേഷം ആ റിസോർട്ടിൻ്റെ വർക്ക് എന്ന് സ്റ്റാർട്ട് ചെയ്യുന്നോ അതിനോടനുബന്ധിച്ച് ഈ റിസോർട്ടിൻ്റെ വർക്ക് നമ്മൾ പൂർത്തിയാക്കും കേട്ടോ. ഇതൊരു 7.5 ഏക്കർ പ്ലോട്ടാണ് കേട്ടോ. ഇതിൽ 30ഓളം റിസോർട്ടുകൾക്ക് പെർമിഷൻ ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ട്. ഇപ്പോൾ ഇതിലെ ഭൂരിഭാഗം സ്ഥലത്തും ഏലമാണ് നട്ടിരിക്കുന്നത്. ആ ഏലമെല്ലാം നട്ടിരിക്കുന്നത് കതിരേശൻ ചേട്ടനാണ്. ഞങ്ങൾക്കും കതിരേശൻ ചേട്ടനും ചേച്ചിയാണ് ഈ പ്രൊജക്റ്റിലെ ഏറ്റവും വലിയ സപ്പോർട്ട്. ഇപ്പോഴും റോഡെല്ലാം ശരിയാക്കേണ്ട കാര്യം ഞങ്ങൾ കതിരേശൻ ചേട്ടനെ തന്നെ ഏൽപ്പിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. അതിനിപ്പോൾ ഓണം കഴിയാതെ നടക്കില്ല എന്നാണ് ആളും പറയുന്നത്. ഇതിൻ്റെ പണിയൊന്നും പൂർത്തിയായിട്ടില്ലെങ്കിലും ഈ സ്റ്റേജിൽ തന്നെ ഞങ്ങളും പിള്ളേരെല്ലാം ഇവിടെ വന്ന് കിടന്നുറങ്ങിയിട്ടുണ്ട് കേട്ടോ. പക്ഷെ അന്ന് ഭയങ്കര തണുപ്പായിരുന്നു. ഇപ്പം തീരെ പറ്റില്ല, ഇപ്പം മഴയും കൂടി ആയതുകൊണ്ട്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വലിയൊരു റിസോർട്ട് ഉണ്ട് കേട്ടോ. അതിന് പെർ ഡേ 14,000 രൂപയാണ്. അതിൽ കിട്ടുന്നതിനേക്കാൾ ഒന്നും കൂടി അടിപൊളിയാണ് കേട്ടോ ഞങ്ങളിവിടെ വന്ന് കിടക്കുമ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്നത്. ഇതിൻ്റെ ഫ്രണ്ടിൽ ഗ്ലാസ് എല്ലാം ഇട്ട് ഈ ബെഞ്ചിലൊക്കെ ഇരിക്കുന്ന സമയത്ത് നല്ല വൈബായിരിക്കും കേട്ടോ. ഇപ്പം അവിടെ ഇരിക്കാൻ എനിക്ക് പേടിയാണ്, കാരണം നല്ല ഡെപ്താണ് താഴെ. ഇതിൻ്റെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരുപാട് റിസ്ക് എടുത്തിട്ടാട്ടോ മനോരനും പിള്ളേരൊക്കെ വർക്ക് ചെയ്തത്. ഇതിൻ്റെ കൺസ്ട്രക്ഷൻ ടൈമിൽ വീഡിയോ ഒക്കെ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂം ചെയ്ത് കാണിച്ചു തന്നില്ല ഒരു തേയിലത്തോട്ടൻ്റെ അപ്പുറത്തുനിന്ന്, അതേ തേയിലത്തോട്ടാണ് കേട്ടോ ഇത്. ഒരു ചെറിയ വീട്ടിലേക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ. അതിന് വേണ്ട സിങ്കും കാര്യങ്ങളും എല്ലാം നമ്മളവിടെ വാങ്ങി വെച്ചിട്ടുണ്ട്. പക്ഷെ പെട്ടെന്നുള്ള മഴയും കാരണം കൊണ്ട് നമുക്കിത് പൂർത്തീകരിക്കാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ ക്ലോസറ്റ് വരെ ഇവിടെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം മനോട്ടൻ തന്നെയാണ് ഫിക്സ് ചെയ്തത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനൊരു വർക്ക് ഡിലേ നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല. നമ്മൾ പെട്ടെന്ന് തന്നെ വർക്ക് തുടങ്ങുന്നുള്ള രീതിയിലാണ് എല്ലാം പ്ലാൻ ചെയ്തത്. അതുകൊണ്ടാണ് പ്ലംബർമാരെ പോലും വെയിറ്റ് ചെയ്യാതെ മനോട്ടൻ തന്നെ അതിൻ്റെ ക്ലോസറ്റും കാര്യങ്ങളെല്ലാം ഫിക്സ് ചെയ്തത്. ഇവിടങ്ങളിൽ വരുന്ന സമയത്ത് ഞാൻ ഫ്രീ ആണ് കേട്ടോ. കാരണം എൻ്റെ ഫോണിലോട്ട് യാതൊരുവിധ കോളുകളും വരില്ല. അല്ലാത്ത ദിവസം നമ്മുടെ കൺസ്ട്രക്ഷൻ നമ്പർ എപ്പോഴും റിങ് ചെയ്തുകൊണ്ടേയിരിക്കും. രാവിലെ എണീക്കാൻ അലാം പോലും വേണ്ട. ഇതുപോലുള്ള യാത്രകളും അതുപോലെ നമ്മുടെ റേഞ്ചില്ലായ്മയും അതുപോലെ റേഞ്ചുള്ള സമയത്തുള്ള തിരക്കുകളും അതുകൊണ്ടൊക്കെയാണ് കേട്ടോ വീഡിയോകൾ ഇങ്ങനെ ലേറ്റ് ആവുന്നത്. പിന്നെ 4 ദിവസം വൈകിയാലും ഞാനിത് 100 ഡേയ്സ് തികയ്ക്കും കേട്ടോ. എന്നാൽ ശരി, മറ്റൊരു വീഡിയോയിൽ കാണാം.